വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 474. ആരോഗ്യകാര്യങ്ങളിൽ അമാന്തം പാടില്ല. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. ആരോഗ്യമുള്ള മനസ്സിൽ നിന്നാണ് രചനാത്മക ചിന്തകളും സർഗാത്മക നടപടികളും ഉണ്ടാവുക. രചനാത്മക ചിന്തകളും സർഗാത്മകമായ നടപടികളുമാണ് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സർവതോന്മുഖമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വഴിയൊരുക്കുക. അതുകൊണ്ടാണ് ആരോഗ്യകാര്യങ്ങളിൽ അമാന്തം പാടില്ലെന്ന് പറയുന്നത്. ആരോഗ്യമാണ് സമ്പത്ത് എന്നാണ് പറയാറുള്ളത്. ഇത് ഒരു സാധാരണ പഴമൊഴി മാത്രമല്ല, ജീവിതത്തിന്റെ അടിസ്ഥാന സത്യമാണ്. കാരണം ഒരാളുടെ യഥാർത്ഥ സമ്പത്ത് പണം, സ്ഥാനമാനങ്ങൾ, വസ്തുവകകൾ എന്നതിലപ്പുറം അയാൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ നല്ല ആരോഗ്യം തന്നെയാണ്. ആരോഗ്യമില്ലാതെ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. പണമുണ്ടെങ്കിലും രോഗബാധിതനായാൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. ആരോഗ്യമാണ് സന്തോഷത്തിന്റെയും ഉൽപാദനക്ഷമതയുടെയും അടിസ്ഥാനം. ആരോഗ്യമെന്നത് രോഗമില്ലായ്മ മാത്രമല്ല, ശരീരസുഖവും മനസ്സിന്റെ സമാധാനവും ഒന്നിച്ചാണ് യഥാർത്ഥ ആരോഗ്യം. മാനസിക സമ്മർദ്ദം, ആശങ്ക എന്നിവയും ആരോഗ്യത്തെ ബാധിക്കുന്നു. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശക്തിയും ഊർജവും ആവശ്യമാണ്. അത് നൽകുന്നത് ആരോഗ്യമാണ്. അതിനാൽ തന്നെ ആരോഗ്യ സംരക്ഷണം ഒരു നിക്ഷേപമാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ആദ്യപടി ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ്. ജീവിതത്തിന് അടുക്കും ചിട്ടയും പ്രധാനമാണ്. മദ്യം, മയക്കുമരുന്ന്, പുകവലി തുടങ്ങിയ ആരോഗ്യത്തിന് ഹാനികരമായ എല്ലാ ശീലങ്ങളും ഉപേക്ഷിക്കണം. നല്ല ഭക്ഷണം കഴിക്കുകയാണ് അടുത്തത്. ഭക്ഷണം വിശപ്പ് മാറ്റുന്നതിന് മാത്രമല്ല, ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകുന്നതും പ്രതിരോധശേഷി ഉറപ്പുവരുത്തുന്നതുമാകണം. പതിവായി വ്യായാമം ചെയ്യുകയെന്നതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ നമ്മിൽ പലരും അവഗണിക്കുന്ന സുപ്രധാനമായ ഒന്നാണ് വ്യായാമം. മതിയായ ഉറക്കം ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. ദിവസം ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്, വഞ്ചന തുടങ്ങിയ മനസ്സിനെ മലീമസമാക്കുന്ന എല്ലാ സ്വഭാവങ്ങളും ഒഴിവാക്കുകയും മനസ്സിനെ പോസിറ്റിവിറ്റി നിറഞ്ഞ സത്ചിന്തകളാൽ ധന്യമാക്കുകയും ചെയ്യുകയെന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. ക്ഷമയും സ്ഥൈര്യവും ശുഭപ്രതീക്ഷകളും മനസ്സിന് കുളിരേകും. മാനസിക സമാധാനവും സന്തോഷവും തന്നെയാണ് ആത്യന്തികമായി ആരോഗ്യത്തെ അടയാളപ്പെടുത്തുക. 1950 മുതൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ വർഷം തോറും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച ബോധവൽക്കരണത്തിനായി ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കാറുണ്ട്. ഓരോ വർഷവും സവിശേഷമായ ഓരോ പ്രമേയം ചർച്ചയ്ക്ക് വെച്ചാണ് ഈ ദിനം ആചരിക്കാറുള്ളത്. ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. ആരോഗ്യത്തിനായി ഒന്നിക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ എന്നതാണ് 2026 ലോകാരോഗ്യ ദിന പ്രമേയം. ആരോഗ്യം ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല. കുടുംബം, സമൂഹം, പ്രകൃതി, സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ചേർന്നാണ് നല്ല ആരോഗ്യ വ്യവസ്ഥ സൃഷ്ടിക്കുന്നത്. പകർച്ചവ്യാധികൾ, ജീവിതശൈലീ രോഗങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം നേരിടാൻ ഒന്നിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണ് എന്നിവയാണ് പ്രമേയത്തിന്റെ ആദ്യ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. ചികിത്സാരംഗത്തെ അന്ധവിശ്വാസങ്ങളെയും തെറ്റായ പ്രവണതകളെയും നിരാകരിക്കുന്നതാണ് ശാസ്ത്രത്തോടൊപ്പം നിൽക്കുക എന്ന ഭാഗം. ആരോഗ്യരംഗത്ത് ഏറ്റവും വിശ്വസനീയമായ മാർഗദർശി ശാസ്ത്രമാണ്. വാക്സിനുകൾ, ചികിത്സാരീതികൾ, മെഡിക്കൽ ഗവേഷണങ്ങൾ ഇവയെല്ലാം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവയെ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുകയെന്നതാണ് അഭികാമ്യം. ആരോഗ്യ സംരക്ഷണം ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ശാസ്ത്രീയ അറിവ് പിന്തുടരുമ്പോൾ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാകൂ. അഭ്യൂഹങ്ങൾക്കും തെറ്റായ വിവരങ്ങൾക്കും പകരം വിശ്വാസയോഗ്യമായ അറിവ് തിരഞ്ഞെടുക്കണമെന്നാണ് ലോകാരോഗ്യ ദിന പ്രമേയം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.